നടി നയൻതാരയ്ക്കെതിരായി ധനുഷ് നൽകിയ പകർപ്പവകാശ കേസിൽ കോടതി വിധി പറയാനായി മാറ്റി. മദ്രാസ് ഹൈക്കോടതിയാണ് കേസ് പരിഗണിച്ചത്. വിവരങ്ങളുമായി വിസ്മയ പ്രകാശ് ചേരുന്നു. വിസ്മയ, നയൻതാരയുടെ വിവാഹ ഡോക്യുമെന്ററി ഇറങ്ങുന്നതിന് മുന്നോടിയായാണ് നയൻതാര ഒരു പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ ഇട്ടത്. അതിന് പിറകെയാണ് പിന്നീട് ധനുഷുമായി ഒരു തർക്കം, പരോക്ഷ തർക്കം ഉണ്ടാകുന്നതും പിന്നീട് ധനുഷ് കേസിലേക്കെല്ലാം കടക്കുന്നതും. എങ്ങനെയാണ് ഇന്നുയർന്ന വാദപ്രതിവാദങ്ങൾ? കാളിദാസ്, തമിഴ് സിനിമ ഇൻഡസ്ട്രി തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ഒരു വിവാദമായിരുന്നു നയൻതാര ധനുഷ് തർക്കം എന്നുള്ളത്. അതായത് ധനുഷിന്റെ കമ്പനി നിർമ്മിച്ച ചിത്രമായ ഞാനും റൗഡിതാൻ എന്നുള്ള ഏതാനും ദൃശ്യങ്ങളാണ് നയൻതാരയുടെ ഡോക്യുമെന്ററിയായ നയൻതാര ബിയോണ്ട് ദ ഫെയറി ടെയിലിൽ ഉപയോഗിച്ചു എന്നുള്ളതാണ് തർക്കത്തിലേക്ക് ഏർപ്പെട്ടത്. ഇന്നത്തെ കോടതി വാദത്തിൽ ധനുഷിന്റെ അഭിഭാഷകർ പറഞ്ഞത് 2014 ഈ ചിത്രത്തിന്റെ കരാർ ഒപ്പിടുമ്പോൾ തന്നെ ഇതിലെ എല്ലാ സീനും, അതായത് നയൻതാര ഉപയോഗിക്കുന്ന ഡ്രസ്സ് ഉൾപ്പെടെ എല്ലാം ഇവരുടെ കരാറിൽ വരുന്ന, അതായത് ഇവരുടെ പകർപ്പവകാശത്തിന്റെ ഉള്ളിൽ വരുന്നതാണെന്നും അത് മാത്രമല്ല 2015 ഈ ചിത്രത്തിന്റെ ദൃശ്യങ്ങൾ തങ്ങളുടെ കമ്പനിയുടെ ഔദ്യോഗിക യൂട്യൂബ് ചാനലിൽ പങ്കുവച്ചിട്ടുണ്ടെന്ന് തന്നെ, അതുകൊണ്ട് തന്നെ പകർപ്പവകാശത്തിന്റെ പരിധിയിൽ വരുന്നതാണ് എന്നും വാദിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു കോടതി വിധി കോടതി മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് കാളിദാസ്. ശരി, എന്തായാലും വലിയ വിവാദമായിരുന്നു. ഇപ്പോഴും ആ ഒരു വിവാദം തുടരുന്നു. എന്തായാലും ആ ഒരു കേസ് വിധി പറയാനായി മാറ്റിയിരിക്കുന്നു. ആർക്കായിരിക്കും തിരിച്ചടി നേരിടുക എന്നത് വിധിക്ക് ശേഷമാണ് പറയാനാവുക. എന്നിരുന്നാലും വാദപ്രതിവാദങ്ങൾ കണക്കാക്കിയാൽ ധനുഷിനൊരു ആനുകൂല്യം ലഭിക്കുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിലും വിധി പറയുന്ന ദിവസം വരെ സമയമുണ്ട്, അല്ലെങ്കിൽ വിധിക്ക് തൊട്ടു മുമ്പ് വരെ ഇതെങ്ങനെ വേണമെങ്കിലും മാറാം. വിസ്മയ പ്രകാശാണ് വിവരങ്ങൾ നൽകിയത്.